കോട്ടയം നഗരസഭയുടെ കുമരനല്ലൂർ സോണൽ ഓഫീസ് കെട്ടിടം കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലാണ്. ഓഫീസ് കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുകയാണ്. അരനൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച കെട്ടിടത്തിൽ കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ നഗരസഭാ അധികൃതർ തയ്യാറാകണമെന്നാണ് വ്യാപാരികളുടെയും ഓഫീസ് ജീവനക്കാരുടെയും ആവശ്യം. കോട്ടയം നഗരസഭയുടെ കുമരനല്ലൂർ സോണൽ ഓഫീസ് കെട്ടിടത്തിൽ ഒരു മാസത്തിനിടെ 2 തവണയാണ് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണത്. 2 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയുടെ മുൻഭാഗത്തെ പ്ലാസ്റ്ററിംഗ് ആണ് കഴിഞ്ഞ ദിവസം നിലം പതിച്ചത്. ഈ സമയം ഈ ഭാഗത്ത് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആരുടെയും ദേഹത്തേക്ക് കോൺക്രീറ്റ് പാളികൾ വീഴാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. വീണപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു, പക്ഷേ ആളുകളൊക്കെ ഇനി അങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആർക്കും ഒന്നും കാര്യമായിട്ടൊന്നും പറ്റിയില്ല, ആരുടെയും ദേഹത്തും വീണിട്ടില്ല. മുനിസിപ്പാലിറ്റിയുടെ പാർട്ടിയിൽ നിന്ന് വേറെ ഒന്നും അവർ ചെയ്യാറില്ല. അവർ വാടക മേടിക്കും, നമ്മൾ വാടക അടയ്ക്കും, പോവും. വേറെ പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയി. ധാരാളം ഇവിടെ മുഴുവൻ ടാക്സ് അടയ്ക്കാനും മറ്റു കാര്യത്തിനും എല്ലാത്തിനും എഞ്ചിനീയറിംഗ് വിഭാഗം എല്ലാം ഇവിടെ ഉണ്ടല്ലോ. ആൾക്കാർ ധാരാളം വരുന്ന സ്ഥലമാണ്. കുമരനല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് വേണ്ടി 50 വർഷം മുൻപ് നിർമ്മിച്ച കെട്ടിടമാണിത്. പഞ്ചായത്ത് കോട്ടയം നഗരസഭയോട് കൂട്ടിച്ചേർത്തതിന് ശേഷം നഗരസഭയുടെ സോണൽ ഓഫീസ് കെട്ടിടമായി ഇത് മാറി. 2ാം നിലയിൽ നഗരസഭയുടെ കീഴിലുള്ള വിവിധ ഓഫീസുകളും താഴത്തെ നിലയിൽ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുമാണ് പ്രവർത്തിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഓഫീസുകളിലേക്കുമായി ദിവസേന നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. 2ാം നിലയിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റെയർ കേസിന് സമീപമാണ് കോൺക്രീറ്റ് പാളികൾ ഏതു നിമിഷവും അടർന്നു വീഴാവുന്ന സ്ഥിതിയിൽ കാണപ്പെടുന്നത്. കെട്ടിടത്തിന് കാര്യമായ ബലക്ഷയമൊന്നുമില്ലെങ്കിലും കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴാൻ കാരണമെന്നാണ് വ്യാപാരികളും ഓഫീസുകളിലെ ജീവനക്കാരും ചൂണ്ടിക്കാട്ടുന്നത്. നഗരസഭയിലെ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. കൃത്യമായി വാടക വർദ്ധിപ്പിക്കാറുണ്ടെങ്കിലും വാടക ചീട്ട് പോലും സമയബന്ധിതമായി പുതുക്കി നൽകാറില്ല. ഇതിന്റെ പേരിൽ വ്യാപാരികളിൽ നിന്ന് പിഴയും ഈടാക്കാറുണ്ട്. എന്നാൽ ഈ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൂടി നടത്താൻ നഗരസഭാ അധികൃതർ തയ്യാറാകണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം.